ആന്ധ്രാപ്രദേശിലെ തീർത്ഥാടന നഗരവും പുണ്യനഗരവുമായ തിരുപ്പതിയും തിരുമലയുമൊക്കെ കണ്ട ശേഷം തിരിച്ച് ചെന്നൈയിലേക്കുള്ള മടക്കയാത്രയിലാണ് ഞാൻ. മടങ്ങുന്ന വഴിക്കും കുറെ കാഴ്ചകളിലേക്ക് പോകാനുണ്ട്. പോകുന്ന വഴിക്ക് പുത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഇറങ്ങണം. അവിടെ പരമ്പരാഗത അസ്ഥിരോഗ വിദഗ്ധരുടെ ഒരു ഗ്രാമമുണ്ട്. ഹൈവേയിൽ നിന്ന് ആ ഗ്രാമത്തിൽ ഇറങ്ങി. കാർഷിക ഗ്രാമം തന്നെയാണ് പുത്തൂർ. പക്ഷേ ഇവിടം പ്രശസ്തമാകുന്നത് അസ്ഥിരോഗ വിദഗ്ധരുടെ പേരിലാണ്. അസ്ഥി പൊട്ടിക്കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകുന്നതിനു പകരം ആളുകളെ ഇവിടെ കൊണ്ടുവരും. ഒരു കുടുംബം 5 തലമുറകളായി ചെയ്തു വരുന്ന ചികിത്സയാണത്. അവരുടെ ചികിത്സാ കേന്ദ്രം ഒന്ന് കാണാമെന്ന് രാജുവാണ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഹൈവേയിൽ നിന്നിറങ്ങി കുറച്ചോടി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഒരു അണ്ടർപാസ് കടന്നു വേണം പോകാൻ. ഇതെല്ലാം പുത്തൂർ ഗ്രാമം തന്നെയാണ്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഒരു തെരുവിലേക്കെത്തുന്നു. ചികിത്സകരുടെ തെരുവ് ഇതുതന്നെയാണ്. പുത്തൂർ ബോൺ സെറ്റിംഗ് സെന്റർ എന്ന ബോർഡൊക്കെ കണ്ടു. അവിടെ തന്നെ വണ്ടി നിർത്താൻ ഞാൻ പറഞ്ഞു. വണ്ടി ഒരിടത്ത് നിർത്തി. കാറിൽ നിന്നിറങ്ങി ചെല്ലുമ്പോൾ കുറച്ചാളുകളൊക്കെ വഴിയരികിൽ കൂടി നിൽപ്പുണ്ട്. ഇതാണ് പ്രധാന അസ്ഥി ചികിത്സാ കേന്ദ്രം. എസ് സുബ്ബരാജു എന്നൊരാൾ സ്ഥാപിച്ചതാണിത്. ഇവിടെ ഒരു പ്രതിമയുണ്ട്. ഇതാണ് അസ്ഥി ചികിത്സാ കേന്ദ്രം സ്ഥാപകൻ എസ് സുബ്ബരാജു. 51 വയസ്സുവരെ ജീവിച്ചിരുന്നുള്ളൂ. ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് നീലം സഞ്ജീവ റെഡ്ഡി ആന്ധ്രാപ്രദേശിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ്. പിന്നീട് ഇന്ത്യൻ പ്രസിഡന്റായ ആളാണല്ലോ നീലം സഞ്ജീവ റെഡ്ഡി. SSR പുത്തൂർ ബോൺ സെറ്റിംഗ് സെന്റർ എന്ന ബോർഡ് വെച്ച ചികിത്സാലയത്തിലേക്ക് കയറി ചെന്നു. ഹോസ്പിറ്റൽ അത്ര വൃത്തിയുള്ളതൊന്നുമല്ല, ആധുനിക രീതിയിലുമല്ല. കൈയൊടിഞ്ഞവരും കുഴതെറ്റിയവരുമൊക്കെ വെള്ളത്തുണി കൊണ്ടുള്ള ചുറ്റിക്കെട്ടുമായി നടക്കുന്നുണ്ട്. ട്രഡീഷണൽ ശൈലിയിലുള്ള ഒരു കെട്ടാണത്. ഇന്നൊരു ഞായറാഴ്ചയാണ്. എങ്കിലും കുറെ ആളുകളുണ്ട്. എല്ലാ ദിവസവും 200 ആളുകൾ വരെ ഇവിടെ ചികിത്സയ്ക്കായി വരുന്നുണ്ട്. പല പല നാടുകളിൽ നിന്നുള്ളവർ. വലിയൊരു വാർഡ് പോലെ ഒരു ഹാൾ. 10-20 പേരെ വരെ ഒരേ സമയം ചികിത്സിക്കാവുന്ന വിധമാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ മേശപ്പുറത്ത് ആളുകളെ കയറ്റിക്കിടത്തിയാണ് പൊട്ടിയ ഭാഗം പരിശോധിക്കുന്നതും ചികിത്സിക്കുന്നതും. ഒരു പ്രത്യേക മരുന്ന് പുരട്ടിയിട്ട് തുണികൊണ്ട് പൊതിഞ്ഞു കിട്ടുന്നതാണ് ചികിത്സ. ഇദ്ദേഹമാണ് ഈ സെന്ററിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ, എസ് പ്രതാപരാജു. അദ്ദേഹം തങ്ങളുടെ ചികിത്സയുടെ കഥ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛനായിരുന്നു എസ് സുബ്ബരാജു. അദ്ദേഹം 1953 മരിച്ചു. പഴയകാലത്ത് ഇവരുടെ കുടുംബത്തിന് ധാരാളം ആടുകൾ ഉണ്ടായിരുന്നത്രേ. അവയെ മേയിക്കാൻ സുബ്ബരാജു കാട്ടിൽ പോകുമായിരുന്നു. ഒരു ദിവസം ഒരാടിന് ഒരിടത്ത് വീണ് പരിക്കേറ്റു. സുബ്ബരാജു സമീപം കണ്ട ചില ഇലകൾ അരച്ച് ആടിന്റെ ഒടിഞ്ഞ കാലിൽ തേച്ച് ഒരു തുണിക്കഷ്ണം കൊണ്ട് കെട്ടിവെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആട് നടന്നു തുടങ്ങി. അതോടെ താൻ അരച്ച ഇലകൾക്ക് ഔഷധമൂല്യമുണ്ടെന്ന് സുബ്ബരാജു മനസ്സിലാക്കി. സാവധാനം അദ്ദേഹം ആ മരുന്ന് ആളുകളെ ചികിത്സിക്കാൻ ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തു. സുബ്ബരാജുവിന്റെ മകൻ മാർക്കണ്ഡേയ രാജുവാണ് ഇദ്ദേഹത്തിന്റെ മുത്തച്ഛൻ. അദ്ദേഹത്തിന്റെ മകൻ സുബ്രഹ്മണ്യം രാജു. സുബ്രഹ്മണ്യം രാജുവിന്റെ മകനാണ് ഇദ്ദേഹം. പൊട്ടിയ ഏതസ്ഥയും തങ്ങളുടെ ചികിത്സയിൽ 2 മുതൽ 3 മാസം കൊണ്ട് കൂടിച്ചേരുമെന്നാണ് പ്രതാപരാജു പറയുന്നത്. ഏത് തരത്തിലുള്ള പൊട്ടലും കുഴതെന്നലുമൊക്കെ ഇവർ ചികിത്സിച്ച് ഭേദമാക്കും. അതോടൊപ്പം നടുവേദന, കഴുത്തുവേദന, മുട്ടുവേദന, വാദസംബന്ധമായ വേദനകൾ എന്നിവയ്ക്കെല്ലാം ചികിത്സയുണ്ട്. കേരളത്തിൽ ഗുരുവായൂരിൽ ഇവർ വന്ന് ചികിത്സിക്കാറുണ്ട്. 20 ദിവസം കൂടുമ്പോഴാണ് ഗുരുവായൂരിൽ വരിക. അവിടെയും ആളുകൾ കാണാൻ വരാറുണ്ടത്രേ. ഇത് പ്രത്യുമ്ന രാജു, പ്രതാപരാജുവിന്റെ മകനാണ്. സുബ്ബരാജുവിന്റെ 5ാം തലമുറ. ഇദ്ദേഹവും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകി നിൽക്കുന്നു. നല്ല വരുമാനമുള്ള കേന്ദ്രമാണ്. കേട്ടറിഞ്ഞ് ധാരാളം ആളുകൾ വരുന്നു. ഞാൻ ആ വാർഡിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെന്നു. കയറിപ്പോകുമ്പോൾ ഇല്ലാതിരുന്ന രോഗികളൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നു. സർജറിയും വലിയ എക്സ്പെൻസീവായ ചികിത്സയും ഭയക്കുന്നവരാണ് ഇവിടെ പ്രധാനമായും വരുന്നത്.
മറ്റു ഹോസ്പിറ്റലുകളിലൊക്കെ സർജറിക്ക് വലിയ തുക ചിലവാകും. ഇവിടെ പൊട്ടിയ ഭാഗത്തിന്റെ എക്സ്റേ എടുത്തതുമായി വന്നാൽ മതി. എക്സ്റേയിൽ നോക്കി ഇവർ പൊട്ടിയ ഭാഗം ഏതാണെന്ന് കണ്ടുപിടിക്കും. അവിടെ പച്ചില മരുന്ന് വെച്ചു കിട്ടും. ആ മരുന്നിന്റെ കൂട്ട് ഇവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഇവരുടെ ട്രേഡ് സീക്രട്ടാണത്. മരുന്ന് പുരട്ടിയിട്ട് പൊട്ടിയ ഭാഗം തുണികൊണ്ട് നന്നായി മുറുക്കി കിട്ടും. കാലും കൈയുമൊക്കെയാണെങ്കിൽ ഒരു പടിയും കൂടി വെച്ചുകെട്ടും. എന്നിട്ട് അത് അനക്കാതെ 2 മാസം മുതൽ 3 മാസം വരെ ഇരിക്കുമ്പോൾ അസ്ഥി സെറ്റാകും. ഇടയ്ക്കൊന്ന് അഴിച്ച് മരുന്ന് പുരട്ടി വീണ്ടും കെട്ടണം. ഒരാഴ്ചയും 2 ആഴ്ചയും ഒക്കെ കൂടുമ്പോൾ. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച പൊതുവെ ആള് കുറവാണെന്നാണ് പ്രതാപരാജു പറഞ്ഞത്. അവധിയാണെന്ന് കരുതി ആളുകൾ വരാതിരിക്കും. ഇവിടെ എല്ലാ ദിവസവും ചികിത്സയുണ്ടെന്ന് എല്ലാവർക്കും അറിയില്ല. എന്നിട്ട് പോലും ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് 8-10 പേർ പുതുതായി വരുന്നുണ്ടായിരുന്നു. മരുന്ന് പുരട്ടാനും കെട്ടാനും കുറെ ജോലിക്കാരുമുണ്ടിവിടെ. അവരൊന്നും ഡോക്ടർമാരൊന്നുമല്ല. പൊതിഞ്ഞുകെട്ടൽ മാത്രമാണ് അവരുടെ ജോലി. മരുന്ന് വെച്ച് പൊതിഞ്ഞുകെട്ടും. സർജറിയെ പേടിയുള്ളവരൊക്കെയാണ് ഇവിടേക്ക് വരുന്നവരിൽ കൂടുതലും. ഇതാണ് ആ പച്ചമരുന്ന്. അതിന്റെ കൂട്ടെന്താണെന്ന് ഇവരുടെ കുടുംബത്തിന് മാത്രമേ അറിയൂ. പല അസ്ഥിപ്രശ്നങ്ങളുമായി ആളുകൾ വരുന്നുണ്ട്. മുട്ടുചിരട്ട തെറ്റുന്നവർ, വാദം മൂലം വേദന അനുഭവിക്കുന്നവർ, നടക്കാൻ ബുദ്ധിമുട്ടുന്നവർ എന്നിങ്ങനെ പലരും. 2 കാലിനും പ്രശ്നമുള്ള സ്ത്രീയൊക്കെ മരുന്ന് പുരട്ടി ചുറ്റിക്കെട്ടിയിരിക്കുന്നത് കാണാം. ഇതൊക്കെ ഭേദമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ ശാസ്ത്രീയ വശത്തെക്കുറിച്ച് നമുക്ക് നിശ്ചയമൊന്നുമില്ലെങ്കിലും ധാരാളം ആളുകൾ വരുന്നു, ചികിത്സ തേടുന്നു. ഞങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊരു വൈദ്യരുണ്ടായിരുന്നു. കൈയൊടിയുകയോ കാലൊടിയുകയോ കുഴതെറ്റുകയോ ഒക്കെ ചെയ്താൽ ആശുപത്രിയിലൊന്നും പോകാറില്ല. നാട്ടിൻപുറത്തെ ചികിത്സ കൊണ്ടാണ് അതൊക്കെ ഭേദപ്പെട്ടിരുന്നത്. അതുപോലെ ആയിരിക്കണം ഈ ചികിത്സയും. ഈ ഒരു ചികിത്സ കൊണ്ട് പുത്തൂർ ഇന്ന് ഏറെ പ്രശസ്തമാണ്. ചെന്നൈ നഗരത്തിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ ചികിത്സയ്ക്ക് വരാറുണ്ട്. ഞാൻ പുറത്തേക്ക് നടന്നു. ഞായറാഴ്ചയാണെങ്കിലും ബോൺ സെറ്റിംഗ് സെന്റർ സജീവമാണ്. OP ഏരിയയാണ് ഇത്. വരുന്ന ആളുകൾ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്ന സ്ഥലം. സുബ്ബരാജു, അദ്ദേഹത്തിന്റെ മകൻ മാർക്കണ്ഡേയ രാജു, അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ഗംഗാരാജു, രാമരാജു, കണ്ണയ്യ രാജു, പ്രതാപരാജുവിന്റെ അച്ഛൻ സുബ്രഹ്മണ്യം രാജു എന്നിവരുടെയൊക്കെ ചിത്രങ്ങൾ. NT രാമറാവു കൈയൊടിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ചികിത്സിക്കുന്ന ഫോട്ടോയൊക്കെയുണ്ട്. സിനിമാ താരവും ആന്ധ്ര മുഖ്യമന്ത്രിയുമായിരുന്ന NTR. അതുപോലെ മുൻ രാഷ്ട്രപതി VV ഗിരി. അദ്ദേഹത്തിന്റെ കാലിൽ മരുന്ന് വെച്ചു കെട്ടുന്നു. ഇങ്ങനെ പല ആളുകൾ. പ്രശസ്തരായ ചലച്ചിത്ര താരങ്ങൾ. ഈ നാട്ടുകാർക്ക് സുപരിചിതരാണിവർ. രാഷ്ട്രീയ നേതാക്കന്മാരും ഗവർണർമാരും വരെ. പ്രതാപരാജുവാണ് ഒപ്പം നിൽക്കുന്നത്. ഇത് തമിഴ്നാട് ഗവർണറായിരുന്ന ചന്ന റെഡ്ഡിയാണ്. അങ്ങനെ നിരവധി പ്രമുഖരെ ചികിത്സിച്ചിട്ടുണ്ട് ഇവർ. രാഷ്ട്രപതി വരെ ചികിത്സയ്ക്ക് വന്ന കേന്ദ്രമാണിതെന്നോർക്കണം. ഇവരുടെ നാട്ടുവൈദ്യം വളരെ എഫക്റ്റീവ് ആയതുകൊണ്ടായിരിക്കാം. ഞാൻ പുറത്തേക്ക് നടന്നു. ശരിക്കും ഇത്തരം നാടൻ ചികിത്സകളൊക്കെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടതാണ്. ആധുനിക മെഡിസിൻ വന്നപ്പോൾ പലതും വിസ്മൃതിയിലായി പോവുകയാണല്ലോ ഉണ്ടായത്. ഇദ്ദേഹം തിരുപ്പതിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നയാളാണ്. ഒരാഴ്ചയായി അപകടമുണ്ടായിട്ട്. ആദ്യം ഒരു ആശുപത്രിയിലേക്കാണ് പോയത്. അവർ പറഞ്ഞു സർജറി വേണമെന്ന്. സർജറി പേടിയായതുകൊണ്ട് നേരെ ഇങ്ങു വന്നു. വിരലിനാണ് പൊട്ടൽ. വിരലിൽ മരുന്ന് പുരട്ടി ഒരു കമ്പ് വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഇനി ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരണം. അഴിച്ചിട്ട് മരുന്ന് വീണ്ടും പുരട്ടണം. ഓപ്പറേഷൻ പേടിച്ചിട്ടാണ് ഇവിടെ വന്നതെന്നാണ് പറഞ്ഞത്. ചികിത്സാ കേന്ദ്രത്തിന്റെ പരിസരം ഇങ്ങനെയാണ്. എക്സ്റേ എടുക്കുന്ന സ്ഥലമാണിത്. അതൊക്കെ ചികിത്സാലയത്തിന് ചുറ്റുമായുള്ള ബിസിനസ്സുകളാണ്. പിന്നെ ചെറിയ റെസ്റ്റോറന്റുകൾ ഒക്കെ ഒരു ഗ്രാമീണ ശൈലിയിലാണെന്ന് മാത്രം. എങ്കിലും ബോൺ സെറ്റിംഗ് സെന്ററിനെ ആശ്രയിച്ച് കുറെ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ പ്രതാപരാജു ഒരു കാര്യം പറഞ്ഞു. ഞങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ചെന്നൈയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ പോയി ഷൂട്ട് ചെയ്യരുത്. അവർ ഇവിടെ കുറച്ചുനാൾ ജോലി ചെയ്ത് പോയവരാണത്രേ. അതിമനോഹരമായ ഗ്രാമക്കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ.
സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇനി ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയാണ്. ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ ഭാഗങ്ങളാണിത്. ഇവിടെ 6 വരി ഹൈവേ ഒക്കെ ആയിക്കഴിഞ്ഞു. നല്ല പച്ചപ്പുള്ള പ്രദേശങ്ങൾ. റോഡിനിരുവശവും അതിസുന്ദരമായ പ്രകൃതി കാഴ്ചകളാണ് കാണുന്നത്. മലനിരകൾ, അതിന്റെ താഴ്വാരങ്ങൾ, ചെറ്റക്കുടിലുകളല്ലാത്ത വീടുകൾ. അതിദാരിദ്ര്യമല്ല കാണുന്നത്. സാമാന്യം ഭേദപ്പെട്ട വീടുകളുള്ള ഗ്രാമങ്ങൾ. ഈ ഗ്രാമങ്ങളെല്ലാം അടുത്ത കാലത്ത് കുറച്ചൊക്കെ വികസിച്ചിട്ടുണ്ട്. ദാരിദ്ര്യ കാഴ്ചകളൊക്കെ അപ്രത്യക്ഷമായി തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യ വളരെ പുരോഗമിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അകലെ മലഞ്ചെരുവിൽ ചില ഫാക്ടറികൾ കാണാം. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. വിചിത്ര രൂപമുള്ള മലകളാണ്. അങ്ങനെ ചെല്ലുമ്പോൾ വലതുവശത്ത് ഞങ്ങൾ തിരുപ്പതിയിലേക്ക് പോയപ്പോൾ കണ്ട ആ 4 പാറത്തൂണുകൾ വീണ്ടും കാഴ്ചയിലേക്കെത്തുന്നു. മീറ്റിംഗ് പോയിന്റ് എന്നാണ് അതിന് നാട്ടുകാർ പേരിട്ടിരിക്കുന്നത്. സത്യത്തിൽ മീറ്റിംഗ് പോയിന്റ് എന്നായിരുന്നില്ല ഇതിന് പേര് വരേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നി. പാണ്ഡവന്മാരിലെ ഒരാൾ കുളിക്കാൻ പോയപ്പോൾ മറ്റുള്ളവർ കാത്തുനിൽക്കുകയാണ് എന്നൊക്കെ ഒരു കഥയുണ്ടാകേണ്ടതാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ. പക്ഷേ എന്തുകൊണ്ടോ മീറ്റിംഗ് പോയിന്റ് എന്ന ഇംഗ്ലീഷ് പേരാണ് ഇതിലെ കടന്നു പോകുന്നവരൊക്കെ പറയുന്നത്. നമ്മുടെ ഏതു മലയിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവിടെ ഒരു ഐതിഹ്യ കഥയും രൂപപ്പെടുന്നതാണല്ലോ പതിവ്. സത്യസായി ബാബ ഭക്തരുടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണ് മുകളിൽ. അവിടം കഴിയുമ്പോഴേക്കും ഡ്രൈവർ രാജു വണ്ടി മറ്റൊരു വഴിയിലേക്ക് കയറ്റി. ഒരു VIP-യുടെ വീടുണ്ട് ഇവിടെ. ചലച്ചിത്ര താരവും ആന്ധ്രാമന്ത്രിയുമായിരുന്ന ഒരാളുടെ വീട്. തെന്നിന്ത്യൻ സിനിമയിലെ വലിയ താരമായിരുന്ന റോജയുടെ വീടാണ് ഈ കാണുന്ന വെള്ളക്കെട്ടിടം. 2024 ജൂൺ വരെ ആന്ധ്രയിലെ മന്ത്രിയായിരുന്നു റോജ. ടൂറിസം, സാംസ്കാരികം, യുവജനകാര്യം എന്നീ വകുപ്പുകളുടെ മന്ത്രി. 2 തവണ MLA-യുമായിരുന്നു അവർ. ഗേറ്റിൽ RK റോജ എന്ന ബോർഡൊക്കെയുണ്ട്. സെക്യൂരിറ്റിക്കാരന്റെ ഓഫീസൊക്കെ ഈ ഷെഡിലാണ്. പറ്റുമെങ്കിൽ ഒന്ന് കാണാമെന്നാണ് കരുതിയത്. ഇന്ന് റോജ വീട്ടിലില്ല. പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. രാത്രിയിൽ വരും. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു സെക്യൂരിറ്റി. പക്ഷേ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ നേരമില്ല. YS ജഗൻമോഹൻ റെഡ്ഡിയുടെ മന്ത്രിസഭയിൽ 2022 മുതൽ 24 വരെയാണ് റോജ അംഗമായിരുന്നത്. YSR കോൺഗ്രസിന്റെ വനിതാ വിഭാഗം പ്രസിഡന്റായിരുന്നു അവർ. 2024 തെരഞ്ഞെടുപ്പിൽ തെലുങ്കുദേശം പാർട്ടിയിലെ ഗാലി ഭാനുപ്രകാശിനോട് അവർ പരാജയപ്പെടുകയും ചെയ്തു. ജഗൻമോഹൻ റെഡ്ഡിയുടെയും റോജയുടെയും ചിത്രമുള്ള വലിയ ഫ്ലെക്സുകൾ റോഡ് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. നഗരി എന്ന സ്ഥലമാണിത്. നഗരി നിയമസഭാ മണ്ഡലത്തിൽ റോജ 4 തവണയാണ് മത്സരിച്ചത്. അതിൽ 2 തവണ വിജയിച്ചു. മലയാളി മാമന് വണക്കം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾക്കും സുപരിചിതയാണല്ലോ റോജ. നഗരി ഒരു അതിർത്തി പ്രദേശമാണ്. ക്രിസ്ത്യൻ പള്ളികൾ കാണാം പലയിടത്തും. ധാരാളം തെങ്ങും മാവും പ്ലാവും ഒക്കെയുള്ള ഒരു പ്രദേശം. ഞങ്ങൾ നഗരി പട്ടണത്തിലേക്കൊന്ന് കയറാൻ തീരുമാനിച്ചു. നഗരിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ പട്ടുനൂലിന്റെ വ്യവസായം വലിയ തോതിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരമൊരു കേന്ദ്രം സന്ദർശിക്കണം. നഗരി പട്ടണത്തിലേക്കെത്തി. ഈ പട്ടണത്തിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ മൽബറി കൃഷിയും പട്ടുനൂൽ വളർത്തലുമുണ്ട്. പട്ടുനൂലിന്റെ സംസ്കരണ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കാണണം. നമ്മുടെ ഒരു മുനിസിപ്പാലിറ്റിയോളം വരുന്ന ഒരു പട്ടണമാണ് നഗരി. ധാരാളം മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശം. 80,000-ഓളമാണ് ഇവിടുത്തെ ജനസംഖ്യ. നഗരിയിലെ ചന്തയാണിത്. തമിഴ് സംസാരിക്കുന്ന ധാരാളം ആളുകൾ വസിക്കുന്ന ഇടമാണിതെന്നതാണ് മറ്റൊരു പ്രത്യേകത. പട്ടണത്തിന് നടുക്കുകൂടി ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നുണ്ട്. അതിനെ ക്രോസ് ചെയ്തു വേണം നഗരിയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ. പട്ടണത്തിന് നടുവിലാണെങ്കിലും ഓവർ ബ്രിഡ്ജിനെ കുറിച്ച് ഇവർ ചിന്തിച്ചിട്ടില്ല. ഇവിടെ ധാരാളം കല്യാണ മണ്ഡപങ്ങളൊക്കെയുണ്ട്. നല്ല വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുള്ള പ്രദേശമാണിവിടം. അടുത്ത കാലത്ത് സ്വകാര്യ മേഖലയിൽ ഏതാനും മികച്ച വിദ്യാലയങ്ങൾ ഇവിടെ വന്നിരുന്നു. പല ക്ഷേത്രങ്ങൾ. തമിഴും തെലുങ്കും കൂടിച്ചേർന്ന ഒരു സംസ്കാരത്തിന്റെ സ്ഥലമാണിവിടം. ഞങ്ങൾ പട്ടുനൂൽ വ്യവസായ കേന്ദ്രങ്ങളെപ്പറ്റി അന്വേഷിച്ചു. ഇദ്ദേഹത്തിന്റെ പേര് രവി എന്നാണ്. പട്ടുനൂലിന്റെ കച്ചവടം നടത്തുന്ന ഒരാൾ ഇവിടെയുണ്ടെന്ന് രവി പറഞ്ഞു. അയാൾക്ക് ഇവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ അറിയാം.
പട്ടുനൂൽ കൃഷി നടക്കുന്ന ഗ്രാമങ്ങളെക്കുറിച്ചും. ഒരു ഇടവഴിയിലൂടെ ആ പട്ടുനൂൽ ഡീലറുടെ ഓഫീസ് തേടി നടക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ പോകുമ്പോൾ ഈ വഴിയിൽ മുഴുവൻ കുരങ്ങന്മാരെ കാണാം. എനിക്ക് കൗതുകം പകർന്ന ഒരു കാഴ്ച ഈ അമ്മയും കുഞ്ഞുമാണ്. ജനിച്ചിട്ട് അധികം നാളായിട്ടില്ലാത്ത ഒരു ചോരക്കുഞ്ഞ് എന്ന് പറയാം. അമ്മ അതിനെ ഇങ്ങനെ മാറോട് ചേർത്ത് വച്ചിരിക്കുകയാണ്. ഓമനത്വം തോന്നുന്ന ഒരു കുഞ്ഞ്. ജനിച്ച് അധിക നാളായിട്ടില്ലാത്ത ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലെയുണ്ട് ഇവനും. നമുക്കെടുത്ത് താലോലിക്കാൻ തോന്നും. അമ്മയുടെ വികാരം എല്ലായിടത്തും ഒന്നു തന്നെയാണല്ലോ. അവൾ ഏറുകണ്ണിട്ട് എന്നെ നോക്കുന്നു. കുഞ്ഞിനെ ഉപദ്രവിക്കുമോ എന്നാകാം പേടി. ചുറ്റും നോക്കി സംതൃപ്തിയായെന്നോണം അമ്മ അങ്ങനെ ഇരിക്കുന്നു. മകനും ചുറ്റുമുള്ള കാഴ്ചകൾ അന്തം വിട്ട് കാണുകയാണ്. ആ അമ്മയെയും കുഞ്ഞിനെയും ഞാൻ അവിടെ കുറച്ചുനേരം കണ്ടുനിന്നു. അതിനടുത്ത് തന്നെ വേറൊരുത്തനുണ്ട്. ഇത്തിരി വളർച്ചയെത്തിയവനാണ്. അവിടെ ഇരിക്കുന്ന ഒരു സ്കൂട്ടറിന്റെ മുകളിൽ അവൻ കളികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. വളർന്നു കഴിഞ്ഞാൽ കുരങ്ങൻ കുസൃതിയായിരിക്കും. നാട്ടുകാരുമായി ഇടകലർന്നു ജീവിക്കുകയാണ് ഇവിടുത്തെ കുരങ്ങന്മാർ. ഞങ്ങൾ നടത്തം തുടർന്നു. വഴിയരികിൽ കുറെ പിള്ളേരും കളിക്കുന്നുണ്ട്. കോൺക്രീറ്റ് ചെയ്തതാണ് ഇടവഴികളൊക്കെ. ഇവന്റെ പേര് തരുൺ എന്നാണ്. ഇവന്റെ പേര് താമര. വലിയ അപരിചിതത്വമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇവിടെ അടുത്തു തന്നെയുള്ള ഒരു എലിമെന്ററി സ്കൂളിലാണ് ഇവർ പഠിക്കുന്നതെന്ന് പറഞ്ഞു താമര. പുറകിൽ നിൽക്കുന്ന തരുണും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. ഇവൻ 4-ൽ, അവൻ 3-ൽ. ഇങ്ങേരും 3-ലാണ്. അവനെ കണ്ടാൽ 3-ൽ പഠിക്കുകയാണെന്ന് തോന്നുകയില്ല. ഞാൻ അവന്റെ പേര് ചോദിച്ചു. പേര് ബാല. അവിടേക്ക് ചെന്നാൽ മതി, കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് രവി തിരിച്ചുപോയി. ഞാൻ ആ ഓഫീസിലേക്ക് കയറി ചെന്നു. കൂടെ സുഹൃത്ത് സെന്നിയുമുണ്ട്. സെന്നി ആദ്യം ചെന്ന് കഥയൊക്കെ ചോദിച്ചു. അവിടെ ഒരാളുണ്ട്. പട്ടുനൂലിന്റെ ഒരു ഡീലർ തന്നെയാണ് അദ്ദേഹം. പക്ഷേ ഇവിടെ കൃഷി ഇപ്പോൾ കാര്യമായി നടക്കുന്നില്ലെന്നും അപൂർവം ചില വീടുകളിലേ ഉള്ളൂ എന്നുമാണ് പറഞ്ഞത്. സേലത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും വാങ്ങിയിട്ടാണത്രേ അയാൾ ഇപ്പോൾ കച്ചവടം നടത്തുന്നത്. നഗരിയിലെ പട്ടുനൂൽ കൃഷിയൊക്കെ നിന്നുപോയി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. തകർന്നുപോയ ചില ഫാക്ടറികളൊക്കെ പിന്നിട്ട് 6 വരിയായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഹൈവേയിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. ഇവിടെയൊക്കെ ഹൈവേ പണി അതിദ്രുതം നടക്കുന്നുണ്ട്. ഹൈവേയിൽ ഒരു വേലിക്കെട്ട്. ഇതാണ് ആന്ധ്രാപ്രദേശിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി. ആ ബോർഡർ കടക്കുന്നതോടെ ഞങ്ങളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുന്നു. നഗരീപട്ടണത്തിന്റെ തുടർച്ചയാണ് ഇവിടമെന്ന് തോന്നും. നിറഞ്ഞൊഴുകുന്ന ഒരു നദി, നിരന്ന കൃഷിയിടങ്ങൾ, സമ്പൽ സമൃദ്ധമായ ഒരു ഫീൽ തരുന്ന ഉത്തര തമിഴ്നാടൻ ഗ്രാമങ്ങളിലൂടെയാണ് സഞ്ചാരം. ഇതിവിടുത്തെ നാരായണപുരം ഗ്രാമമാണ്. നാരായണപുരത്തും ഹൈവേക്ക് വേണ്ടി കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു നിരത്തിയിട്ടിരിക്കുന്നു. ചിലയിടത്ത് വെള്ളക്കെട്ട് പോലെ കാണുന്നത് നദിയാണ്. കുറച്ചുകൂടി കിഴക്കോട്ട് പോയി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന നദിയാണത്. അതിമനോഹരമായ ഗ്രാമക്കാഴ്ചകളാണ്. തമിഴ്നാടും ആന്ധ്രാപ്രദേശുമൊക്കെ വളരെ വേഗം വളർന്നു കഴിഞ്ഞു. കുറെ കൂടി ഓടി ഞങ്ങൾ തിരുമഴിശായി എന്ന പട്ടണത്തിലേക്കെത്തി. ഇതൊരു ക്ഷേത്ര നഗരമാണ്, തീർത്ഥാടന കേന്ദ്രം. തിരുവള്ളൂർ ജില്ലയിലുള്ള പട്ടണമാണ് തിരുമഴിശായി. മനോഹരമായ ഒരു ക്ഷേത്രമുണ്ടിവിടെ. തിരുമഴിശായി ആൾവാർ ക്ഷേത്രമെന്നും അറിയപ്പെടുന്ന ഇത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. അനേകം ശില്പങ്ങളോടുകൂടിയ വർണ്ണാഭമായ ഗോപുരം. ക്ഷേത്രത്തിന്റെ കുളമാണ് ഇക്കാണുന്നത്. വലിയൊരു കുളം. അത് പിന്നിട്ട് പോകുമ്പോൾ ഒരു ബാൻഡ് സെറ്റും മറ്റും കണ്ടു. കുറച്ചാളുകളും കൂടി നിൽപ്പുണ്ട്. വണ്ടി നിർത്താൻ പറഞ്ഞ് ഞാൻ ഇറങ്ങിച്ചെന്നു. പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പ്രദക്ഷിണമാണെന്ന് തോന്നുന്നു. തിരുവഴിശായിലെ അന്തോണീസ് പുണ്യവാളന്റെ പള്ളിയിലെ എന്തോ ഒരു പരിപാടിയാണ്. കുറച്ചാളുകളെയുള്ളൂ. ബാൻഡുകാരാണ് പ്രധാന താരങ്ങൾ. ഉന്തുവണ്ടിയിൽ പുണ്യവാളന്റെ രൂപം.
5 പേരേ ഉള്ളൂവെങ്കിലും ഒരു അരങ്ങൊരുക്കുന്നുണ്ട് ബാൻഡ് മേളക്കാർ. മാതാവിന്റെ രൂപം ഉൾപ്പെടെയുള്ള അലങ്കരിച്ച പല ഫ്ലോട്ടുകളുണ്ട്. പെരുന്നാളിലൊന്നും പങ്കെടുക്കാതെ ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന തൊഴിലാളികൾ. അവരെയൊക്കെ പിന്നിട്ട് ഞങ്ങൾ ചെന്നൈ നഗരത്തിലേക്ക് മടക്കയാത്ര തുടർന്നു. ഇനി 1.5 മണിക്കൂർ കൂടി ഓടണം. രാത്രി 8 മണിയായപ്പോൾ ഞങ്ങൾ ചെന്നൈ നഗരത്തിൽ തിരികെ എത്തി. ഞാനിപ്പോൾ ഹോട്ടലിന്റെ മുകളിലാണ്. റൂഫ് ടോപ്പിലെ റെസ്റ്റോറന്റിൽ അത്താഴം കഴിക്കാനിരിക്കുന്നു. നല്ല തണുത്ത കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ നിന്നും വീശുന്നുണ്ട്. ഹോട്ടലിന്റെ റൂഫ് ടോപ്പിലെ സ്വിമ്മിംഗ് പൂളിന്റെ ഓരത്തെ റെസ്റ്റോറന്റിൽ പകലത്തെ ക്ഷീണമെല്ലാം ഇറക്കി വെച്ച് ഞാനിരുന്നു.